എന്തായാലും മുഖ്യമന്ത്രി അടക്കം പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം പാർട്ടി മുഖപത്രത്തിന് മുഖപ്രസംഗം അടക്കമുള്ള കാര്യങ്ങൾ അത് വരുമ്പോൾ എന്താകും ആ അന്വേഷണ സമിതി റിപ്പോർട്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ പ്രതീഷ്. അപ്പോൾ അത് സൂപ്രണ്ടും പ്രിൻസിപ്പളും ഒക്കെ പറഞ്ഞ പോലെയൊക്കെ ആ റിപ്പോർട്ടിൽ വരികയുള്ളൂ. അതല്ലാതെ അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ പലതുണ്ട്. അതിലേക്കുള്ള വഴിയായിരുന്നു കാണേണ്ടിയിരുന്നതെന്നൊക്കെയാണ് മന്ത്രി ജി ആർ അനിൽ ഇപ്പോൾ പറയുന്നത്. ബിനോയ് വിശ്വം പറയുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു കുനിഷ്ഠ ആയിട്ട് തോന്നുന്നില്ല. ഹാരിസ് പറഞ്ഞത് ശരിയായ കാര്യമാണെന്ന് ബിനോയ് വിശ്വം പറയുന്നുണ്ടെങ്കിൽ മന്ത്രി പറയുന്നത് ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ പലതുണ്ട്. ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളിൽ അങ്ങേയറ്റം ഇപ്പം ആരോഗ്യമന്ത്രിയുടെ PSC അടുത്തുമൊക്കെ അവരെ പോയി കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചതാണ്. എന്നിട്ടും അതിന് പരിഹാരം ഉണ്ടായില്ല. എൻ്റെ മുന്നിൽ രോഗികൾ വേദന കൊണ്ട് പൊളയുന്നു. എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാളോട് എനിക്ക് മുഖത്ത് നോക്കി ശസ്ത്രക്രിയ റദ്ദാക്കി അല്ലെങ്കിൽ മാറ്റിവെച്ചു എന്ന് പറയുന്ന ലജ്ജയോടുകൂടി മാത്രമേ കാണാൻ കഴിയൂ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ഇതിൻ്റെ പിന്നാലെ നടന്ന് പരമാവധി സഹികെട്ടപ്പോൾ ഗതികെട്ടപ്പോൾ പറയുന്നതാണ്. അതല്ലാതെ ഈ ഒറ്റപ്പെട്ട മാർഗ്ഗങ്ങൾ നോക്കാതിരുന്നതല്ല ഡോക്ടർ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. വിഷയം ചൂണ്ടിക്കാണിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെയല്ലാതെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തെയാണ് വിമർശനാത്മകമായിട്ട് പറഞ്ഞത്. പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കും. അതിൽ പ്രശ്നമൊക്കെ ഉണ്ടാവും. നൂറുകണക്കിന് ആശുപത്രികളും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടാവും. ആ ഉണ്ടാവുന്നത് ശ്രദ്ധയപ്പെട്ട് ഉടനെ തന്നെ പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു, പരിഹരിക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ കാര്യം. അത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ പറയുക, എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സമരം നടത്തുക. ഡോക്ടർ ഹാരിസ് മികച്ച ഡോക്ടർ എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത്. കാര്യങ്ങൾ നേരെയാകണം എന്ന ബോധ്യത്തോടെയാണ് പറഞ്ഞത്. കുനിഷ്ഠുള്ളതായി തോന്നുന്നില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഡോക്ടറുടെ സാമൂഹികമായ പ്രതിബദ്ധതയെപ്പറ്റി ബോധ്യമുള്ള ഡോക്ടറായിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും പറയുന്നത്. ആ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും കുനിഷ്ഠുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യങ്ങൾ നേരെയാകണം എന്നുള്ള ഉദ്ദേശശുദ്ധിയ മാത്രമായിരിക്കാം ഡോക്ടർ ഹാരിസിനെ നയിച്ചതെന്നാണ് കാണേണ്ടത്. പക്ഷേ സർവീസ് ചട്ടപ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ വേണം പ്രതികരിക്കാൻ, അതിൻ്റെ രീതി എന്താണ്, അതിനെപ്പറ്റിയെല്ലാമുള്ള വിഷയങ്ങളുണ്ട്. ബൽറാം നെടുങ്ങാടി തുടരുന്നു. ബൽറാം, ആരോഗ്യമന്ത്രിയുടെ നിലപാടാണ് ആ വിഷയത്തിൽ CPM-ന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രിയുടെ നിലപാടെന്ന് തെറ്റിദ്ധരിച്ച് പറയുന്നതാണോ ബിനോയ് വിശ്വം? അതോ MV ഗോവിന്ദൻ്റെയും പാർട്ടി മുഖപത്രത്തിൻ്റെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും ഒക്കെ നിലപാട് അറിഞ്ഞതിന് ശേഷം ഉള്ള പ്രതികരണമാണോ ബിനോയ് വിശ്വം? അത് ഹാഷ്മി, ഈ കാര്യത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞത് തൻ്റെ വ്യക്തിപരമായ നിലപാട്, അതായത് മറ്റുള്ളവരിൽ നിന്നും അറിഞ്ഞതുമായി ബന്ധപ്പെട്ട് തനിക്കുള്ള നിലപാട് എന്ന നിലയിലാണ് അദ്ദേഹം തൻ്റെ നിലപാട് അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം എന്നുള്ളത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും CPI-ഉം വ്യത്യസ്തമായ ഒരു നിലപാട് ഡോക്ടർ ഹാരിസിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് ഏറെ ശ്രദ്ധേയം. തനിക്ക് വ്യക്തിപരമായി ഡോക്ടർ ഹാരിസിനെ അറിയില്ല എന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നു. എന്നാൽ നിരവധി പേർ പറഞ്ഞ് അദ്ദേഹത്തെ അറിയാം. അവർ പറയുന്നത് അദ്ദേഹം നല്ല ഡോക്ടർ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നേരെയാകണം എന്ന ബോധ്യത്തോടെയാകണം ഡോക്ടർ ഹാരിസ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നും അതിന് പിന്നിൽ എന്തെങ്കിലും കുനിഷ്ടുണ്ട് എന്ന് തനിക്ക് തോന്നുന്നില്ല എന്നുമാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. അത് നിലവിലെ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധേയമാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഈ പ്രതികരണം എന്നുള്ളത്. അതേസമയം സർവീസ് ചട്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അതിൻ്റെതായ നടപടികളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. ഡോക്ടർ ഹാരിസിനെ പിന്തുണച്ചുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകം. ഹഷ്മി.